വനിതാ കമ്മീഷന് മുമ്പാകെ ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്നും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരാതികളുടെ ബാഹുല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വനിതാ കമ്മീഷൻ്റെ മുഴുവൻ അംഗങ്ങളും 4 മെമ്പേഴ്സും അതുപോലെ ചെയർപേഴ്സണും കൂടാതെ കമ്മീഷൻ്റെ ഡയറക്ടർ, കമ്മീഷനെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷൻ്റെ പാനൽ അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് കെ വി രാജേഷ്, സ്മിത ഗോപി, അമ്പിളി, അതുപോലെ കമ്മീഷൻ്റെ കൗൺസിലർ ശ്രീ പ്രമോദ്, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇന്ന് കമ്മീഷൻ്റെ എറണാകുളം സിറ്റിംഗിൽ കേസുകൾ പരിഗണിച്ചിട്ടുള്ളത്. 111 പരാതികളാണ് ഇന്നത്തെ ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 9 പരാതികൾ മാത്രമാണ് ഇന്ന് ഇവിടെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 3 പരാതികളിൽ പോലീസിൻ്റെയും മറ്റും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പരാതി കമ്മീഷൻ്റെ മുഴുവൻ അംഗങ്ങളും ചേർന്നിരുന്നുകൊണ്ട് തീരുമാനിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വന്നിട്ടുള്ള പരാതികളിൽ ഏറെയും ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റ് കുടുംബാംഗങ്ങൾ, ഭർത്താവിൻ്റെ ബന്ധുക്കളും ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ ഈ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും തിക്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളാണ് എന്നുള്ള കാര്യവും വനിതാ കമ്മീഷൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ബന്ധങ്ങൾ ഒത്തുചേർത്ത് പോകാൻ വേണ്ടിയിട്ടാണ്, രമ്യമായിട്ട് കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ സ്ഥിരം കൗൺസിലിംഗ് സംവിധാനം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് എറണാകുളത്തെ മേഖലാ ഓഫീസിൽ സ്ഥിരമായിട്ട് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കമ്മീഷൻ്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ പ്രമോദ് ഈ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ സഹായിക്കാൻ വരുന്നതോടൊപ്പം എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ രമ്യമായി പോകുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് എടുത്തു പോകുന്നത്. അടുത്ത കാലത്തായിട്ടാണ് ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് സംവിധാനം എറണാകുളത്ത് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ തിരുവനന്തപുരത്ത് സ്ഥിരമായി കൗൺസിലേഴ്സ്, മറ്റ് കൗൺസിലേഴ്സൊക്കെ തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ വളരെയധികം സങ്കീർണമായിട്ട് മാറുന്നു എന്നുള്ള അന്തരീക്ഷമാണുള്ളത്. അത് രമ്യമായിട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ജനകീയ ഇടപെടലിൻ്റെ അനിവാര്യത കൂടെ കമ്മീഷൻ കാണുകയാണ്. ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകാതെ നല്ല കരുതലോടുകൂടി വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ ദമ്പതിമാർ കൗൺസിലിങ്ങിന് വിധേയമാവേണ്ടുന്നത് വളരെ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ കാണുകയാണ്. വിവാഹ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ഭാര്യാഭർത്താക്കന്മാർ കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്ന് വനിതാ കമ്മീഷൻ്റെ ശുപാർശ സർക്കാരിന് ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഇരുകൂട്ടരും കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം വിവാഹം നടത്താൻ എന്നുള്ള നിർദ്ദേശം കമ്മീഷൻ ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്ന പരാതികളിലേറെയും വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയ രൂപത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ഈ കൗൺസിലിങ്ങിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിന് പുറമെ വനിതാ പോലീസ് സെല്ലിൻ്റെ ഭാഗമായി കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ കൗൺസിലിംഗ് സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇവിടെ ഇന്ന് വന്നിട്ടുള്ള കേസുകളിൽ ഏറെയും ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ വെച്ചുകൊണ്ട്, കുട്ടികൾ അമ്മയുടെ കസ്റ്റഡിയിലാണെങ്കിൽ സംരക്ഷണ ചെലവ് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുകയും യഥാർത്ഥത്തിൽ ഇത് കുട്ടികളുടെ ഭാവിയെ തന്നെ, കുട്ടികളുടെ മാനസികമായിട്ടുള്ള വികാസത്തെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കമ്മീഷൻ്റെ മുമ്പാകെ ഇന്നും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം ഒരു പൊതുസമൂഹത്തിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ തലത്തിലും വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ ഇത് പരിശോധിക്കാൻ, ആ വാർഡിൻ്റെ പരിധിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനം ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലുള്ള എല്ലാ വാർഡുകളിലും ഏർപ്പെടുത്തുന്നത് ഈ കുടുംബ പ്രശ്നങ്ങൾ
രമ്യമായി കൊണ്ടുപോകുന്നതിന് സഹായകമാകും എന്ന് കാണുകയാണ്. ജാഗ്രതാ സമിതികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കമ്മീഷൻ നൽകുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശീലനം ഈ വർഷവും കമ്മീഷൻ തുടർന്ന് നടത്തുന്നതായിരിക്കും. ഇന്ന് പ്രധാനമായിട്ടും ഈ ജില്ലയിലുള്ള 2 പ്രശ്നങ്ങൾ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. നേരത്തെ കമ്മീഷൻ്റെ മുമ്പാകെ പരാതിയായിട്ട് വന്നിട്ടുള്ളത് പറവൂർ സ്വദേശിനിയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ അവൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിലേക്കായിരുന്നു. ഭർതൃഗൃഹത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള പീഡനത്തെ തുടർന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഞാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, ആ പെൺകുട്ടി പോലീസിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി, പോലീസിന് മുമ്പാകെ മാത്രമല്ല പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി തന്നെ തിരുത്തി പറയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു. ഏതായാലും വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതി എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോഴിക്കോട് പോലീസ് മേധാവിയിൽ നിന്ന്, ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം, എങ്ങനെ വിദ്യാസമ്പന്നയായിട്ടുള്ള പെൺകുട്ടിയാണ്, നല്ല M.Tech ബിരുദധാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ആ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്നിട്ടുള്ള സിറ്റിങ്ങിൻ്റെ ദിവസം ഞാൻ കമ്മീഷൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി എന്നോട് കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരും ഈ കുട്ടിയും അത് മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷം മുന്നിൽ കണ്ടതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് സജസ്റ്റ് ചെയ്യുകയും അത് കൗൺസിലിങ്ങിന് വിധേയമാകാൻ ആ പെൺകുട്ടി മടി കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ കൗൺസിലറെ അയച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ പ്രമോദിനെ ആ കുട്ടിയുടെ വീട്ടിലയച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകിയിരുന്നു. കൗൺസിലറോട് ഞാൻ ചോദിച്ച സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ഒന്നും തന്നെ സാന്നിധ്യത്തിലല്ല. ആ കൗൺസിലിങ്ങിനൊക്കെ വിധേയമായതിനു ശേഷമാണ് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. മൊഴി കൊടുത്ത് ഏതാനും ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പൊടുന്നനവേ ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. ആ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്തും കുട്ടി യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാവാതെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വനിതാ കമ്മീഷന്റെ കൗൺസിലറോടും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി മൊഴി മാറ്റി പറയാൻ ഇടയായിട്ടുള്ളത് എന്നും കുട്ടി എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാക്കപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ വനിതാ കമ്മീഷന് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്, ഇവിടെ പൈപ്പിനടുത്ത് ഒരു സ്ത്രീയെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു സ്ത്രീയെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിൽ ഒരു അക്രമി സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇപ്പോൾ ഇവിടെ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വിധേയമായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നട്ടെല്ലിനടക്കം പരിക്ക് പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒരു കഠിനമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധയായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് അവരുടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കമ്മീഷൻ കാണുന്നത്. ആ സ്ത്രീയെ ഒരു സംഘം
ആയിട്ടാണ് ഒരു കൂട്ടർ യാത്ര ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ച് പലയിടത്തിലായി കൊണ്ടുപോയി അവസാനം ബീച്ച് ഏരിയയിൽ ആ പെൺകുട്ടിയെ ആ സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കാൻ ഇടവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ സുരക്ഷിതമായി ജോലിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാവണം. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ പോലീസ് റൂറൽ SP-യോട് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ ലിസി ഹോസ്പിറ്റലിൽ ആ സ്ത്രീ ചികിത്സയ്ക്ക് വിധേയമായിട്ട് കിടക്കുന്നുണ്ട്. ICU-വിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ട്. ഡോക്ടറെ ബന്ധപ്പെട്ട ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നേരിട്ട് അറിയാൻ വേണ്ടി കമ്മീഷൻ്റെ അംഗങ്ങൾ ഹോസ്പിറ്റൽ